ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് ബാത്റൂമിൻ്റെ സംഘം ചെയ്ത് വാർത്ത ഒരു ഭാഗത്ത് അടിയിൽ ലീക്ക് വരുന്നത്, അതായത് വെള്ളം ഡ്രോപ്പായിട്ട് ഒഴുകുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് സീലിങ്ങിൻ്റെ അടിയിൽ വെള്ളം ഇങ്ങനെ വീണിട്ട് അപ്പോൾ താഴെ ജിപ്സം ചെയ്ത ബോർഡൊക്കെ ആകെ പൊളിഞ്ഞ് പൊതിർന്ന് വീണപ്പോഴാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഒരു സൈഡായിട്ട് കറക്റ്റ് ഒരു സ്പോട്ടിൽ തന്നെ വെള്ളം വന്നിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വേറെ എവിടെയായിട്ടും ലീക്കൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ അടിഭാഗത്ത് പൊളിച്ച് പിന്നെ ഫ്രണ്ടിലേക്ക് മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ ഒരു ഭാഗത്തായിട്ട് ഫുള്ള് ട്രാപ്പിൻ്റെ ഭാഗത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ട്രാപ്പിൻ്റെ ഭാഗത്തുള്ള ഇതുകളൊക്കെ പൊളിച്ച് മാറ്റി, ടൈലും സിമെൻറ്റും പൊളിച്ച് മാറ്റി. അപ്പോൾ അതിൻ്റെ മേലെ കോൺക്രീറ്റാണ്. പക്ഷേ ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ ഏകദേശം ഒരു 2 ലെയർ കുരുടീസ്, ഒരു പഴയ മോഡൽ കുരുടീസ് ഉണ്ടല്ലോ, അതാണ് നിരത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പൈപ്പിൻ്റെ ലീക്കേജ് ആണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൊത്തത്തിൽ ഒരു ബാത്റൂം നമുക്ക് പൊളിക്കേണ്ടി വന്നു. കംപ്ലീറ്റ് എല്ലാം പൊളിച്ച് മാറ്റി. അതായത് ഒരു സൈഡ് പൈപ്പിൻ്റെ ഗ്യാപ്പ് കാണാൻ വേണ്ടി ഒരു സൈഡ് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി. പ്രഷർ പമ്പിൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ ലീക്ക് വരണമെങ്കിൽ പ്രഷറായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് അല്ലെങ്കിൽ പ്രഷർ പമ്പ് കൊടുത്തതാണ്. ഒരു 10-16 വർഷം മുമ്പുള്ളൊരു പൈപ്പ് ലൈനാണ്. അപ്പോൾ ഇതാണ് ആ കുരുടീസ്. അപ്പോൾ ഇന്ന് നേരത്തെ അടിയിൽ ലെയറായിട്ട് 2 ലെയറായിട്ട് നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളം കുടിച്ചിട്ട് വെള്ളം മൊത്തത്തിൽ ഇതിൽ സ്റ്റോറേജ് ചെയ്തിട്ട് താഴേക്ക് നേരെ ഡ്രോപ്പ് ആവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം മേലെ വാട്ടർ പ്രൂഫ് ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഇത്രയും കനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കണതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത്രയും പൊളിച്ച സ്ഥിതിക്ക് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്കോ പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കുരുടീസ് അടുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ നിലവിൽ നല്ല കോൺക്രീറ്റാണ്, നല്ല സ്ട്രോങ് കോൺക്രീറ്റാണ്. പക്ഷേ ഏതോ ഒരു ഭാഗത്ത് കൂടി ഈ കോൺക്രീറ്റിൽ നിന്ന് കുരുടീസിലേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം അത്രയും തന്നെ ഈ കുരുടീസ് കുടിച്ചിട്ട് ഈ ട്രാപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ കോൺക്രീറ്റിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഹോളുള്ള ഭാഗത്തേക്കാണ് കറക്റ്റ് ഡോട്ടായിട്ട് വെള്ളം ഡ്രോപ്പായിട്ട് ഉറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഭാഗം എന്തായാലും പൊളിച്ചെടുത്തല്ലോ. അപ്പോൾ ഇത് എന്തായാലും ഫില്ല് ചെയ്യണം. ഇനി ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഈ കോൺക്രീറ്റും കൂടി പൊളിച്ചിട്ട് 4 ഇഞ്ചിൽ ഒരു നല്ലൊരു സ്ട്രോങ് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ വാട്ടർ പ്രൂഫിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പൈപ്പിൻ്റെ ഇൻസ്പെക്ഷൻ, അതായത് പൈപ്പിന് എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും വന്നിട്ടാണോ ഈ വെള്ളത്തിൻ്റെ വരവ് എന്ന് നമ്മൾ നോക്കുകയാണ്. അതിനായിട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 10 ബാർ പ്രഷർ നമ്മൾ കൊടുത്ത് ഹാൻഡ് ടെസ്റ്റ് പമ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ ഒരു 1/2 HP പമ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 4 ബാത്റൂമിനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബാത്റൂം ഉപയോഗിക്കുകയാണെങ്കിലും ആ പ്രഷർ ഏകദേശം ഒരു 2 ബാർ പ്രഷർ ഉണ്ടാവും. ആ 2 ബാർ പ്രഷറിൽ ഇനിയിപ്പോൾ പഴയ പ്ലംബിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. കാരണം നമ്മളെ ഈ ഹോസിൻ്റെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു ലീക്കേജ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ചെറിയ ഒരു ബേസിൻ്റെ അടുത്തൊരു ലീക്കേജ്, ഒരു പോയിൻ്റ് എൽബോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ത്രെഡ് സീൽ ടാപ്പ് കാര്യമായിട്ട് ഇടാതെ വരുന്നൊരു ലീക്കാണ്. അപ്പോൾ ആ ഒരു ലീക്കേജ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പോൾ പ്രഷർ പമ്പിൽ നമ്മളിങ്ങനെ ടെസ്റ്റ് പമ്പിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ലീക്കേജ് എന്നാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല. പെട്ടെന്ന് നമ്മളെ നീഡിൽ വളരെ താഴേക്ക് വരും, പൈപ്പൊക്കെ പൊട്ടിയതാണെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്ത പൈപ്പിൻ്റെ അടുത്തും ഡ്രോപ്പ് വരുന്നുണ്ട്. അതുപോലെ വാഷ് ബേസിൻ്റെ ഒരു നൈലോൺ ട്യൂബിൻ്റെ അടുത്തുമുള്ള ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ആ ഡ്രോപ്പിൻ്റെ ഒരു കുറവാണ് ഈ നീഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാതെ പൈപ്പിലൊന്നും ലീക്കേജ് ആയിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല. കാരണം 10 ബാർ പ്രഷറാണ് ഇതിൽ നമ്മൾ അപ്ലൈ കൊടുക്കുന്നത്. അത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബാത്റൂം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തന്നെ അങ്ങോട്ട് മണൽ ഫില്ല് ചെയ്യുക. ഈ പൈപ്പിന് അത്രയും മണൽ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേലെ
നെറ്റ് മെഷ് വെച്ചിട്ട് നൈലോണിൻ്റെ നെറ്റ് വെച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ സ്പൗട്ടൊക്കെ കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടെയൊക്കെ താഴേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്, ടൈൽസിൻ്റെ താഴേക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാരണം അത് ഒന്നുകിൽ എക്സ്റ്റൻഷൻ നിപ്പിൾ ഇട്ടിട്ട് ആ നിപ്പിൾ പൊട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ ത്രെഡ് സീല് കാര്യമായിട്ട് ത്രെഡ് സീല് ഓവറായി ചുറ്റിയിട്ട് അത് തെറിച്ച് പുറത്തേക്ക് വന്നതായിരിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഈ ലീക്കേജ് വരുന്നത്. അല്ലാതെ പൈപ്പ് ലൈനിൽ ഒരു ലീക്കേജും ഇല്ല, എല്ലാം സ്ട്രോങ് ആണ്. SDR 11 ഉപയോഗിച്ചിട്ടുള്ളത്, CPVC, മറ്റേത് സ്റ്റാറിൻ്റെ പൈപ്പുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ഇപ്പോൾ ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ ഏകദേശം നൈലോണിൻ്റെ നെറ്റ് വെച്ചിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആക്കി കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫ് നമുക്ക് ഏത് കമ്പനി എടുത്ത് ചെയ്യാം കേട്ടോ, ഒന്നിനും നമ്മൾ പ്രൊമോട്ടൊന്നും ചെയ്യുന്നില്ല. ഏത് കമ്പനി എടുത്താലും ഇതിൻ്റെ ഇത് അടിക്കുന്നത്, ഇതിൻ്റെ റേഷ്യോ അളവ് കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അതേമാതിരി നമ്മൾ അടിക്കുന്ന പ്രതലം നല്ല വൃത്തിയാക്കിയിരിക്കുക, അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്ന പ്രൊഡക്റ്റ് എന്നൊന്നും നമ്മൾ ലാസ്റ്റ് കിട്ടും എന്നുള്ള ഒരു ഇതിലൊന്നും അപ്ലൈ ചെയ്യണ്ട, എല്ലാം നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇൻഡോർ എല്ലാ സാധനവും നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഔട്ട്ഡോറാണ് നമ്മൾ 5 വർഷം 10 വർഷം പറഞ്ഞാൽ 2 വർഷം കഷ്ടിച്ച് കിട്ടിയാലായി. കാരണം സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സ്ഥലത്ത് പായൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, പായൽ പിടിക്കുന്നുണ്ടോ, അവിടെ ഏത് കെമിക്കൽ അടിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ബിറ്റുമിൻ ടാർ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയല്ലാതെ വേറെ ഒരു ഓപ്ഷനും പുറത്തില്ല കേട്ടോ. അകത്ത് അങ്ങനെയല്ല, അകത്ത് നമുക്ക് ഏത് കെമിക്കൽ വേണമെങ്കിലും കൊടുക്കാം. ഈ നൈലോണിൻ്റെ നെറ്റ് വിരിച്ചിട്ട് ഒരു 3 കോട്ട് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വെള്ളം കെട്ടി നിർത്തിയിട്ട് നമുക്ക് നോക്കാം. ഇത് സീപ്പ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് ഈ സാധനം ഏരിയ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. നെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കവറേജ് കുറവായിരിക്കും കേട്ടോ, അതും പറഞ്ഞുതരാം. അപ്പോൾ ഒരു ബാത്റൂമിന് 2 യൂണിറ്റൊക്കെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിന് ഒരു യൂണിറ്റാണ് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ഈ നെറ്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചിലവ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ വാട്ടർ പ്രൂഫ് നമുക്ക് ഇതിലേക്ക് തിക്കായിട്ട് അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 3 കോട്ടാണ് ഇതിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അടിച്ച് ഇനി വെള്ളം നിർത്തി ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ടൈലിന് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബാത്റൂമൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു പൈസേൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ചിലപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ 4 റുപ്യ 5 റുപ്യ ആവുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് ടൈലൊട്ടിക്കാൻ നിൽക്കരുത്. പിന്നെ ഭീമമായൊരു സംഖ്യ നഷ്ടം വരും. അപ്പോൾ ഈ 5 രൂപ അല്ലെങ്കിൽ 6 രൂപേൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരിക്കലും നിങ്ങൾ വാട്ടർ പ്രൂഫിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് മാക്സിമം നല്ല പ്രൊഡക്റ്റ് എടുത്ത്, നല്ല പ്രൊഡക്റ്റ് നല്ല എല്ലാം നല്ല പ്രൊഡക്റ്റാണ്. ഏതെങ്കിലും ഒരു വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് എടുത്തിട്ട് നല്ല ഇതിൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ആളെ വിളിച്ച് അത് ചെയ്യിപ്പിക്കുക. അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക, അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിലില്ലെങ്കിൽ ഇത് ചെയ്യുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എത്രയാണ് ഇതിൻ്റെ അളവ്, എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അതേ റേഷ്യോ അളവിൻ്റെ സാധനങ്ങളും മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വർക്ക് വാട്ടർ പ്രൂഫിൻ്റെതല്ലെങ്കിൽ നമ്മൾ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു, പിന്നെ അത് വാട്ടർ പ്രൂഫിൽ ചെന്ന് അവസാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടത് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.